ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ? ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കിളികൾക്കൊക്കെ ഫുഡ് കൊടുത്തു, അവരുടെ വെള്ളമൊക്കെ മാറ്റി, മീനുകൾക്ക് ഫുഡ് കൊടുത്തു, ചെടികളൊക്കെ നനച്ചു കേട്ടോ. തുമ്പി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആൾ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാറില്ല. ഇനി കാണേണ്ടത് നമ്മുടെ പൂമ്പാറ്റകളുടെ കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആ ബോട്ടിലേക്ക് ഒന്ന് എത്തി നോക്കൂ. അപ്പം ഞാൻ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് എത്തി നോക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, അതിൽ 2 പ്യൂപ്പ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾ പ്യൂപ്പ ആവാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പിന്നെ 2 ബട്ടർഫ്ലൈൻ്റെ കുഞ്ഞു പുഴുക്കൾ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു വാവകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ തുറന്ന് വിട്ടില്ല. അപ്പോൾ കുഞ്ഞു വാവകളൊക്കെ ഓരോരോ ചെടിയുടെ മേലാണുള്ളത്. അപ്പോൾ ഈ വലിയവരെയാണ് ഞാൻ ബോട്ടിൽ ആക്കി വെച്ചത് കേട്ടോ. എന്നിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു. കുഞ്ഞു വാവകളൊക്കെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഓരോരോ ചെടിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത ഇലയുടെ ബാക്കി ബാലൻസൊക്കെ താഴെ വീണിട്ടും പിന്നെ മഴയുടെ ഈർപ്പം കൊണ്ടും എന്തൊക്കെയോ കൊണ്ട് അതിൽ നല്ല രീതിക്ക് അതിൻ്റെ അടി വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പതിയെ ആ ഒരു പ്യൂപ്പക്ക് കേടുപാട് വരാതെ ബോട്ടിൽ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ. എടുത്ത് മാറ്റിയിട്ട് ആ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഈ ഒരു കമ്പ് കണ്ടോ, കമ്പിൽ ഒരാൾ കണ്ടോ തയ്യാറെടുപ്പിന് വേണ്ടി നിൽക്കുകയാണ്. അതിങ്ങനെ മടങ്ങി നിൽക്കുന്നുണ്ട്. 2 പേര് ഓൾറെഡി പ്യൂപ്പയായി മാറിയിട്ടുണ്ട്. 2 പേര് ഇതാ കറിവേപ്പില, ഞാൻ കറിവേപ്പിലയുടെ തണ്ടാണ് ഇന്ന് കൊടുത്തത് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഭക്ഷണം കഴിച്ച് നിൽക്കുന്നുണ്ട്. അവരും എനിക്കൊന്ന് 2 ദിവസം കൊണ്ട് പ്യൂപ്പ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനിയിപ്പം ഇതൊരു ബട്ടർഫ്ലൈ ആയിട്ട്, നല്ല ആരോഗ്യത്തോടുള്ള ബട്ടർഫ്ലൈ ആയിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ ഡെയിലി ഇതേപോലത്തെ ഇവരൊക്കെ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എന്തിലെങ്കിലും കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ.